ഈ UDF യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ മൂന്ന് കക്ഷികളെ UDFൻ്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. അതിൽ CK ജാനുവിൻ്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ NDAയുടെ ഘടകകക്ഷികളാണ്. അവർ NDA വിട്ട് UDFൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും UDFൻ്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊരാനന്ദം, എന്തൊരു സുഖം ഈ പത്രസമ്മേളനം കേട്ട് കഴിഞ്ഞു. ആകെ ആവേശഭരിതനായി പോയി കേട്ടോ. അടിപൊളി. സതീശൻ എന്ന പടക്കുതിരയുടെ തേരോട്ടം തുടങ്ങി. NDA ഒറ്റ അടിക്കാണ്ട് പൊളിച്ചു കൊടുത്തു. രണ്ട് പ്രമുഖ പാർട്ടികളെയാണ് NDAയിൽ നിന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ പുറത്ത് ചാടിച്ച് UDFിലേക്ക് അംഗത്വം കൊടുത്തത്. എന്തോ ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയില്ല. നേരിട്ട് UDF സഖ്യകക്ഷിയൊന്നും ആക്കില്ലെങ്കിലും അങ്ങ് മതിൽ വരെ, ഗേറ്റ് വരെ എങ്ങാണ്ട് വന്ന് നിൽക്കാൻ തോന്നുന്നു. ഉള്ളിലേക്ക് പ്രവേശനമില്ല. അവിടെ പടിപ്പുര വരെ വന്ന് പുറത്തേക്കുള്ള സദ്യയിലൊക്കെ അവർക്ക് പങ്കെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളെന്ന് അറിയുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ പറയുന്നുണ്ടോ. എന്താ ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നൊന്നും പറഞ്ഞാൽ അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തായാലും അവരെ NDAയിൽ നിന്ന് രണ്ട് പ്രമുഖ കക്ഷികളാണ്. ഒന്ന് ജാനു എന്ന ധീരസഖാവിൻ്റെ ഒരു പാർട്ടിയെ, മറ്റൊന്ന് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ, അത് ഏതാ പാർട്ടി അറിയോ? നമ്മുടെ ഏതോ കാമരാജ് കോൺഗ്രസ് ആണത്രേ. നമ്മൾ ഏതോ ഒരു സ്വാമിയുടെ സമാധിയായിട്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും NDA എന്ന് അങ്ങ് പൊളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു. റിസൾട്ട് വന്ന് മണിക്കൂറുകൾക്കകം. സതീശൻ സാറിൻ്റെ ആ കഴിവ് ഇവിടെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ആകെ 14.5% വോട്ടാണ് കേട്ടോ BJPക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തത്തിൽ കിട്ടി. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിക്കും NDAയുടെ കക്ഷിയായിരുന്ന ജാനുവിൻ്റെ ആ പാർട്ടിയുടെ പേരെന്താണെന്ന് അറിയില്ല, ആ പാർട്ടിക്കും എത്രമാത്രം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയില്ല. എത്ര സീറ്റിൽ ജയിച്ചു എന്നറിയില്ല, എത്ര സീറ്റിൽ മത്സരിച്ചു എന്നും അറിയില്ല. എന്തായാലും അവരുടെ രണ്ടുപേരുടെയും കൂടെ വോട്ടുകൂടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ UDFിലേക്ക് അങ്ങ് ഒഴുകിയെത്തിയാൽ പിന്നെ പിണറായി വിജയനും AKG സെൻറ്ററൊക്കെ കിടന്ന് വിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തർക്കവുമില്ല. ഇനി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടി ചേർന്നതിൻ്റെ ഒരു ട്വിസ്റ്റ് വരാനിരിക്കുന്നത് കേട്ടോ. അത് ഇതിൻ്റെ പുറകിൽ വീഡിയോ നിങ്ങൾ തുടർന്നും കാണണം. അത് നമുക്ക് കാണിച്ചു തരാം. പിന്നെയുള്ളത് നമ്മുടെ അൻവർ സാഹിബാണ്. അൻവർ സാഹിബ് എന്ന് പറഞ്ഞാൽ അതൊരു മുതലാണ്. കാരണം പിണറായിസത്തിനെതിരെയുള്ള ഒരു എന്താ പറയേണ്ട ഒരു പടം നയിക്കുന്ന വീരനായകനാണ് അദ്ദേഹം. നിലമ്പൂർ ഇലക്ഷൻ കാലത്ത് ഇതേ PV അൻവറിനെ പട്ടിക്ക് പുറത്ത് നിർത്തി ധീര നിലപാടാണ്, നിലപാടിൻ്റെ രാജകുമാരനാണ് VD സതീശൻ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിയത് നമ്മൾ പലപ്പോഴും കണ്ടാണ്. ആ ധീര നിലപാടിനെ വാനോളം പുകഴ്ത്തി അന്ന് രാഹുൽ മാങ്കൂട്ടം ഒളിഞ്ഞ് രാത്രിയുടെ മറവിൽ പോയി PV അൻവറിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VD സതീശൻ എന്നൊരു നിലപാട് പറഞ്ഞിരുന്നു. അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. കൂട്ടത്തിനെതിരെ തള്ളി പറഞ്ഞതാണ് ഈ VD സതീശൻ എന്ന് ഓർക്കണം. അപ്പം അതേ VD സതീശൻ തന്നെ നിലവിളക്ക് കത്തിച്ച് UDFിലേക്ക് സ്വീകരിച്ചു എന്ന് ഈ വാർത്ത കേട്ട് നമ്മൾ അങ്ങനെ രാഷ്ട്രീയ കേരളം അങ്ങനെ കോരിത്തിരിക്കുകയാണ്. പൊട്ടു നോക്കിയിട്ട് ഈ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ സമ്മതിച്ചു കൊടുക്കണം. എന്തായാലും UDF നല്ല വിജയം നേടി നിൽക്കുമ്പോൾ ഈ NDAയിലെ രണ്ട് പ്രമുഖ കക്ഷികൾ വന്നു. LDFിലല്ല കേട്ടോ, മുഖ്യ എതിരാളി LDF ആണെങ്കിൽ പോലും ഈ NDAയുടെ പ്രമുഖ രണ്ട് കക്ഷികളെ പിന്നെ കൊണ്ടുവന്നു. ഇനി വരിയായി UDFിലേക്ക് വരാൻ പലരും നിൽക്കുന്നു അത്രേ. പല പൗരപ്രമുഖരും, പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന, ഇത്രയും കാലം എന്ത് വന്നാലും കൊന്നാലും ചത്താലും ഞങ്ങൾ LDF ആയിരിക്കും, ഇടതുപക്ഷക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില സാംസ്കാരിക നായകരുണ്ട് അത്ര കേരളത്തിൽ.
അടുത്തുത്രേ ഈ പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് അവരും എന്തായാലും ഈ UDFിലേക്ക് വരുമെന്നാണ് പറയുന്നത്. സീറ്റ് കിട്ടാനാണോ എന്നറിയില്ല കേട്ടോ, സീറ്റ് കൊടുക്കേണ്ടി വരുമോ എന്നും അറിയില്ല. എന്തായാലും UDFിനൊപ്പം വരുമെന്നാണ് ഈ സതീശൻ സാറ് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലായത്. KPCC പ്രസിഡൻ്റ് അല്ല അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്രസമ്മേളനം നടത്തുന്നതൊക്കെ നമ്മുടെ ഈ VD സതീശൻ സാറാണ്. അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു അടുത്ത ഭരണം UDFിന് തന്നെയാണ്. UDF ആണ് 2026 അധികാരത്തിൽ വരിക, താൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകുക എന്ന കാര്യവും തീരുമാനിച്ചു കഴിഞ്ഞു. അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല പാവം ശബരിമല വിഷയമൊക്കെ പറഞ്ഞ് വലിയ പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് നോക്കുന്നുണ്ട്. എന്താവും അദ്ദേഹത്തിൻ്റെ ഈ പത്രസമ്മേളനത്തിൻ്റെയൊക്കെ അവസാന റിസൾട്ട് എന്നുള്ളത് കണ്ടിരിക്കുന്നതേ ഉള്ളൂ. പാട്ടുണ്ടല്ലോ നമ്മുടെ പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട്, അത് കേരളം മാറ്റിപ്പാടേണ്ടി വരും എന്നൊക്കെ ചില സഖാക്കൾ പറയുന്നുണ്ട്. അതെന്തുമാത്രം ശരിയാണെന്ന് വരുന്ന ആളുകളിലെ അറിയുള്ളൂ. നമുക്കിനി NDAയിലെ ഒരു പ്രമുഖ കക്ഷിയുണ്ടല്ലോ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റേത്. ആ ചന്ദ്രശേഖരൻ്റെ പാർട്ടിയെ UDFിലേക്ക് ആനയിച്ച് അപേക്ഷ സ്വീകരിച്ച് അംഗീകരിച്ചതിൻ്റെ ആ നന്ദി പ്രകടനം ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്നലെ റിപ്പോർട്ടർ TVയിലെ ഡിബേറ്റിലെ അരുൺകുമാറിൻ്റെ ചോദ്യങ്ങൾക്ക് ചോദിച്ച മറുപടിയായി നന്ദി സൂചകമായി പറഞ്ഞ കാര്യങ്ങളും കൂടെ കേട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. UDFിലേക്ക് ഈ വലിയ 2-3 കക്ഷികളെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ അതേ വികാരം പ്രകടിപ്പിച്ച UDFിൻ്റെ ഒരു പ്രമുഖ നേതാവുണ്ട്. ഇന്നും വലിയ നേതാവെന്ന് പറഞ്ഞാൽ പോരാട്ടോ, കോൺഗ്രസിൻ്റെയൊക്കെ അത്യുഗ്രൻ നമ്പർ 1 കേരളത്തിലെ നേതാവായിരുന്നു, കേന്ദ്രത്തിലൊക്കെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ കേട്ട് നമുക്ക് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ നന്ദി പ്രകടനത്തിൻ്റെ കാഴ്ചകളിലേക്ക് കൂടെ പോകാം. എല്ലാവർക്കും MLA സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷിയെ നോക്കിക്കാണാൻ സാധ്യമല്ല. PV അൻവറിനെ എല്ലാവർക്കും അറിയാം. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ അവസര സേവകന്മാരുടെ ഒരവസാനത്തെ അഭയകേന്ദ്രമായിട്ട് ഐക്യജനാധിപത്യ കക്ഷി മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരിക്കൽ കൂടി ഈ രാഷ്ട്രീയ നേതാക്കളുടെ തൊലിക്കട്ടിയുടെയും വലിപ്പം കണ്ട് ഞെട്ടി നിൽക്കുക എന്നല്ലാണ്ട് മറ്റൊരു മാർഗവുമില്ല. ചോദ്യങ്ങൾ കൂടി. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കൾ നടത്തിയത് രാഷ്ട്രീയ വഞ്ചനയാണ് എന്നാണ് അവർ പറയുന്നത്. താങ്കളുമായിട്ട് ഏതെങ്കിലും UDF നേതാവ്, കോൺഗ്രസിലെ അല്ല മറ്റേതെങ്കിലും UDF നേതാവ് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നോ? ഒരു നേതാവും UDFിന്റെ അല്ല പാർട്ടിയുടെ ഒരു നേതാവും സംസാരിച്ചിട്ടില്ല. എങ്ങനെ ഉൾപ്പെടുത്താൻ പോണ് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, 2 കാള് വിളിച്ചിട്ടുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തലയെ ഞാൻ വിളിച്ചു, എടുത്തില്ല, മീറ്റിംഗ് ആയതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. അതുപോലെ തന്നെ ഞാൻ വിളിച്ചിട്ട് ഇതറിഞ്ഞ ഉടൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിനെ ഞാൻ ടെലിഫോണിൽ വിളിച്ചു. ഇങ്ങനെ അറിയുന്നു, അങ്ങനെ എന്തെങ്കിലും എൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചഴച്ചാൽ ഞാൻ പത്രസമ്മേളനം നടത്തി നിഷേധിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേരും എന്നെ UDFിലേക്ക് എടുക്കാൻ പോകണം എന്നൊരു തീരുമാനം പറയുന്നു. അത് പറയേണ്ടതില്ല, എനിക്കതിൽ താല്പര്യമില്ല. അയ്യോ, അതിനി എന്നോട് പറഞ്ഞിട്ട് കാര്യം. VD സതീശനെ വിളിക്കാൻ പറഞ്ഞു. RSSന്റെ സ്വയം സേവകനാണ് അന്നും ഇന്നും ഇനി എന്നും എന്ന്. അതെ, ഈ RSS കാരനായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിൽ തന്നെ പറയണത് ജീവിതകാലം മുഴുവൻ RSS തന്നെ, പോയാലും പോയില്ലെങ്കിലും. ഞാൻ അതിൽ തന്നെ ആദ്യം വിശ്വസിക്കുന്നു, അതിലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ ഒരു വലിയ സ്വയം സേവകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കെ താങ്കൾ പിന്നെ എന്തിനാണ് VD സതീശനെ പോയി കണ്ടത്? എൻ്റെ പൊന്നരുൺ സാറേ, ഇത്തരം മണ്ടത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അദ്ദേഹത്തിൻ്റെ ആ വലതുവശത്തിരിക്കുന്ന ആള് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ ധീര RSSന്റെ പോരാളിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനും ആരാധകനും മഹാത്മാഗാന്ധിയുടെയൊക്കെ പാരമ്പര്യവുമുള്ള ഒരു മഹാ കോൺഗ്രസ്സുകാരനെ നമുക്ക് കാണാനേ കിട്ടില്ല. പിന്നെയാണോ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ? അദ്ദേഹത്തിന് മാറിക്കൂടെ? അതുകൊണ്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യമേ ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഇതേ സാധനം തന്നെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ താങ്ക് യു.